ഇന്ന് യുവജനങ്ങൾ ധാരാളമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പലപ്പോഴും പേരൻസൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്തിൻ്റെ കുറവാണെന്നുള്ളതാണ്. ഒരുപാട് കുറവുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്നത്. അവരുടെ ലോകം വളരെ ചെറുതാണ്. അവരെ ഒരു സ്ക്രീനിനകത്തേക്കാണ് പലരും കൺഫൈൻ ചെയ്തിരിക്കുന്നത്. അല്ല ഏതെങ്കിലും ഒരു പഠിത്തത്തിലോ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ്റെയോ പുറകിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് പലപ്പോഴും അവരൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ലാർജർ വ്യൂ അവർക്ക് ജീവിതത്തെക്കുറിച്ചില്ല, സമൂഹത്തെക്കുറിച്ചില്ല, അതിനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാവുന്നില്ല, അത്തരത്തിലുള്ള ഓറിയൻറ്റേഷനുകൾ ഉണ്ടാകുന്നില്ല, പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നില്ല. അതിനൊക്കെയുള്ള അവസരങ്ങളും സാധ്യതകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഒരു വിവാഹം കഴിക്കുന്നു, കൂടെ ഒരാളും കൂടെ വരുന്നു, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസം, ജീവിക്കാൻ പ്രയാസം, ജീവിതത്തെപ്പറ്റി ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ, ഇത്തരത്തിലൊക്കെയുള്ള ഒരവസ്ഥ പല ചെറുപ്പക്കാർക്കും വരുന്നതിന് കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഞാൻ 2 ദിവസം ചെന്നൈയിലായിരുന്നു. യുവജനങ്ങളുമായിട്ടൊക്കെ ഈ ദിവസങ്ങൾ 2 ദിവസം വളരെയധികം ഇടപെടാനൊക്കെ അവസരം കിട്ടി. പ്രത്യേകിച്ച് ഒരു സിറ്റിയിലെ ചെറുപ്പക്കാരുമായിട്ടൊക്കെ ഇടപെട്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കാതിരിക്കുക. 2 ദിവസം ചെന്നൈയിലായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യൂത്തുമായിട്ടുള്ളൊരു സെഷനായിരുന്നു. യുവജനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ ഒരു ചേർച്ചിൻ്റെ ബേസിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. യൂത്തുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ യുവജനങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നൊരു പ്രശ്നം, പ്രത്യേകിച്ച് അവരെ കണ്ടെത്താൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളാണ് കൗൺസിലിങ്, ട്രെയിനിങ്, നല്ല ഗൈഡൻസ് പ്രോഗ്രാമുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ വന്നൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സ് പലർക്കും ഇല്ല. അപ്പം ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രോഗ്രാമുകളൊക്കെ പോകാനും അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അന്വേഷിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ പങ്കെടുത്തതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ ധാരാളമായിട്ട് പിന്നീടുള്ള ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല ആൾക്കാരും നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടി ഒരു പ്രോഗ്രാമൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിലെങ്ങനെ വന്ന് പങ്കെടുക്കാതിരിക്കാമെന്നുള്ളതിന് എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. കാരണം നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും പ്രാധാന്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെയുള്ളൊരു പ്രയോറിറ്റി കുറയും, വരാതിരിക്കും. അപ്പോൾ ഒരു 100 പേർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്താൽ ഒരു 30 പേര് വന്നാൽ തന്നെ വലിയ കാര്യം എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാൻ കഴിയുന്ന, നമ്മളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യാൻ കഴിയുന്ന, നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ. ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചെറുപ്പക്കാരിൽ കണ്ടൊരു കാര്യം, അവരൊരിക്കലും ചിന്തിക്കാത്തതും ആലോചിക്കാത്തതും അല്ലെങ്കിൽ അവർക്ക് വളരെ വേണ്ടതുമായ കാര്യങ്ങളെ അവിടെ അവർക്ക് മുഖാമുഖം കാണാൻ കഴിഞ്ഞു. ഇത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്ന പോലെയാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ചില ചങ്ങാതിമാരാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓർഗനൈസ് ചെയ്യാൻ തന്നെ ആളില്ല, ഇനി ഓർഗനൈസ് ചെയ്യാൻ അങ്ങനെ വിഷനുള്ള ആൾക്കാരുണ്ടായാൽ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല എന്നുള്ളത് വേറൊരു വലിയ വിഷയമാണ്. വേറൊന്ന്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പോലും അവിടെ വളരെ സെഡൻഡറി ആയിട്ടിരുന്ന് അനങ്ങാതിരുന്ന് അതൊക്കെ കേൾക്കുക എന്നുള്ളതിനപ്പുറം അതിനകത്ത് ഒരു മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്, പ്രത്യേകിച്ച് അത്തരം സെഷനുകളിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, ഡിസ്കഷനിൽ പങ്കെടുക്കാൻ, ഇൻട്രാക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ന് പലരിലും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അവർ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ചെറിയ വിഭാഗമുണ്ട്. പക്ഷേ ജനറലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഐ കോണ്ടാക്റ്റ് പോലും തരാൻ പേടിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പുറകിൽ പോയി ഇരുന്നാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇവരൊക്കെ ജീവിതത്തിൽ അവസാനം ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ലോകത്ത് വന്നിരിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മൾ എത്ര കണ്ട് നമ്മൾ പവർഫുള്ളാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് നമ്മളെ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോയെങ്കിലേ പറ്റുള്ളൂ. ഇതിനൊന്നും ആരും ഇനി വരാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്ത് വളരെയധികം ശക്തമായ ഒരു റാറ്റ് റേസ് നിലനിൽക്കുന്ന ഒരു
കാലഘട്ടത്തിൽ നമുക്ക് മുമ്പോട്ട് എത്തണമെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കുറച്ചൊക്കെ അഗ്രസീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. കുറച്ചൊരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ്സൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമാണ് എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് അതിൻ്റേതായ ഒരു ചെറിയ കുറവുകളൊക്കെ ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് നമ്മളെ സെല്ല് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും നെഗോഷിയേഷനും ഇൻട്രാക്ഷനും ഒക്കെ പ്രാപ്തമായെങ്കിലേ പറ്റുള്ളൂ. ഇതുപോലുള്ള ധാരാളം പ്രോഗ്രാമുകൾ യൂത്തിന് വേണ്ടിയൊക്കെ ധാരാളം സംഘടിപ്പിക്കുകയും അതിലൊക്കെ യൂത്ത് ധാരാളമായിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ധാരാളമായിട്ട് ഉണ്ടാവും. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, യൂത്തിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ കൂടുതലും ഇമോഷണൽ, മെൻ്റൽ, സോഷ്യൽ ഏരിയയിലൊക്കെയുള്ള അവരുടെ ഡൗട്ടുകളായിരുന്നു. പലപ്പോഴും ഇത്തരം ഡൗട്ടുകളൊന്നും അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അധികം ഉണ്ടാവുന്നില്ല എന്നുള്ളതും, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പലരും ആദ്യമായിട്ടാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് അല്ലെങ്കിൽ അത്തരം ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളും അധ്യാപകരും കോളേജിലൊക്കെ ഉള്ളവരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇമോഷണലായിട്ടുള്ള പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഇമോഷണൽ കൺട്രോൾ, ഇമോഷണൽ ഇൻ്റലിജൻസ്, പിന്നെ ഒരു വൈകാരിക തലത്തിൽ എങ്ങനെയാണ് ഒരു ബെറ്റർമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ ഇമോഷണലി സ്ട്രോങ് ആകാൻ കഴിയുന്നത്, എങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്. അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ഒരു കാര്യം നമ്മൾ ഫുഡിനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. ഇന്ന് യുവജനങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ന്യൂട്രീഷണൽ ക്വാളിറ്റി ഒന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. കിട്ടുന്നത് ഈ ടേസ്റ്റി ആയിട്ട് തോന്നുന്നതും അട്രാക്റ്റീവായിട്ട് തോന്നുന്നതും ഭയങ്കര ഫാഷനബിളായിട്ടുള്ളതും ട്രെൻഡി ആയിട്ടുള്ളതും ഒക്കെ കഴിക്കുന്ന ഒരു യുവജനമാണ് ഇന്നുള്ളത്. ഇത് അവരിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ചൊക്കെ വളരെ ചർച്ച ചെയ്യാനായിട്ടൊരു വേദിയായിരുന്നു അത് വലിയൊരു റിയലൈസേഷനിലേക്ക് ആ ചെറുപ്പക്കാരെ നയിച്ചു എന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ പല ആൾക്കാർക്കും ഒരു എക്സസൈസ് ഇല്ല, എന്തെങ്കിലും ഒരു വർക്കൗട്ടില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, വളരെ സഡൻറ്ററി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരുപാട് സ്ക്രീൻ ടൈം കൂടുതലായിട്ടുള്ള ചെറുപ്പക്കാർ, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാത്തവർ. അപ്പോൾ പലപ്പോഴും വളരെ വളരെ ഒരു ആക്ഷനൊന്നും ഇല്ലാതെ, ശരീരമൊന്നും അനങ്ങാതെ ഇരിക്കുന്ന ആൾക്കാർ, കുറേ പഠിക്കുന്നുണ്ട്, ഡിഗ്രികളൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് പല ആക്ടിവിറ്റീസും ഇല്ലാത്ത ആൾക്കാരാണ് പലരും. അതൊക്കെ ഒരു റിയലൈസേഷൻ ആയിരുന്നു അത്തരം ഡിസ്കഷനിലൂടെ. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹെൽത്തിനും മൈൻഡിനും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ. പിന്നെ വേറൊരു വലിയ കാര്യം അവിടെ ചർച്ച ആയതെന്ന് പറയുന്നത്, ഈ രാത്രികാലങ്ങളെ രാത്രിയും പകലും അല്ലാതെയാണിന്ന് പലരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനും ഒക്കെ ചില ക്രമീകരണങ്ങളുണ്ട്. ഇത് പണ്ട് കാലം മുതലേ നമ്മൾ രാത്രിയിൽ ഉറങ്ങുകയും പകൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ കാരണം അതിന് ഒരുപാട് മെഡിക്കൽ റീസൺസും ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ബോഡിയുടെ റിപ്പയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് രാത്രികാലത്ത് ഉറക്കം വേണം. നമുക്കൊരു 7-8 മണിക്കൂർ ഉറക്കം എല്ലാവർക്കും ആവശ്യമാണ്. ആ ഉറക്കമാണ് നമ്മുടെ ഒരു മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ യുവജനങ്ങളുമായിട്ട് പലപ്പോഴും അത്തരം ചർച്ചകളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ ഇല്ല. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ, ഫിസിക്കലായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, നമുക്ക് വെർച്വലായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. ഫിസിക്കലായിട്ട് എല്ലാം തുറന്നു പറയാനും തുറന്ന് ഇടപെടാനും ഒക്കെ കഴിയുന്ന ഒരു 5-6 ഫ്രണ്ട്സ് പോലും പലർക്കും ഇല്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ പലപ്പോഴും മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു യൂത്തുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കൊണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയത് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു നോമിനലായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ പലർക്കും ഇല്ല. പലരും അങ്ങനെയുള്ള ഫെലോഷിപ്പുകളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ വോളണ്ടറി ചെയ്യുകയും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് പഴയ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്ത് നിർത്താനും ഒക്കെയുള്ള ഒരു എബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താ, അതിൻ്റെയൊക്കെ വാല്യൂ എന്താ, അതിൻ്റെയൊക്കെ പ്രയോറിറ്റി എന്താ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് വലിയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് എത്ര പേരെ അറിയാം, എത്ര പേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാവണേ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമുക്ക് കൂട്ടുകെട്ടുകളില്ല, ബന്ധങ്ങളില്ല എന്നൊക്കെ ഉള്ളത്. പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ പോലും അവിടെ എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്, എനിക്കെന്ത് ലേണിംഗ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു യുവജനകാലത്ത് ബെനിഫിറ്റിനെ കുറിച്ചല്ല യുവജനങ്ങൾ ചിന്തിക്കേണ്ടത്. എനിക്കൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ നിന്ന് എന്ത് ലേണിംഗ് ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. പലപ്പോഴും ആ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നേയില്ല.
പലപ്പോഴും ഞാൻ ഈ HR ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആദ്യം കിട്ടുന്ന ജോലി, ആദ്യം കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ്, ആദ്യകാലത്തെ പിന്നെ ട്രെയിനിങ്, ഇവിടെയൊക്കെ അതിൽ നിന്ന് എന്ത് സാലറി കിട്ടും, എന്ത് പാക്കേജ് കിട്ടുമെന്നൊന്നും നമ്മൾ ഒരിക്കലും നോക്കരുത്. അതിൽ എത്ര റിച്ച് ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ലേണിംഗ് ആണ് ഏറ്റവും പ്രധാനം. സാലറിയൊക്കെ പിന്നീട് വന്നോളും. നല്ല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രെയിൻഡ് ആയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി വളരെ പുവറായിരിക്കും. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ അതിൻ്റെ ഒരു റിട്ടേണിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ലേണിങ്ങിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് പിന്നീട് എക്സെപ്ഷണലായിട്ട് മാറുന്നത്. നമ്മൾ ഏത് മനുഷ്യനെ നോക്കിയാലും അറിയാം, ആദ്യകാലത്തൊക്കെ വളരെ വളരെ റിഗറസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പോയ ആൾക്കാരാണ് പിന്നീട് അവരുടെ ഒരു മെറ്റൽ തന്നെ ഒരു ഡിഫറൻ്റാണ്, അത് കുറേ കൂടെ സ്ട്രോങ് ആണ്. അത് പിന്നെ എവിടെ കൊണ്ടുപോയാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയും കോമ്പാറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് ആദ്യം തന്നെ വലിയ സാലറിയൊക്കെ കിട്ടുന്ന എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ട്രോങ്ങർ കരിയറിലേക്ക് അവർക്ക് നാളെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കുറയുന്നു. ഇതൊക്കെ ഡിസ്കഷനിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. പലരുടെയും സോഷ്യൽ കോണ്ടാക്റ്റുകളും സോഷ്യൽ റിഫ്ലക്ഷൻസും വളരെ കുറവാണ്. സാമൂഹികപരമായ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. പ്രത്യേകിച്ച് ഒരു നല്ല പ്രഭാഷണം വന്നാൽ അത് കേൾക്കാൻ താല്പര്യമില്ല. ഒരു നല്ല എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ നല്ല എന്തെങ്കിലുമൊക്കെ ആർട്ടോ കൾച്ചറോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ പോകാനും ഇടപെടാനും അതിനൊന്നും വലിയ താല്പര്യം ഇന്നത്തെ യുവജനങ്ങൾ പലരും കാണിക്കുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. പൊളിറ്റിക്കലായിട്ടുള്ള അവെയർനെസ്, സോഷ്യലായിട്ടുള്ള അവെയർനെസ്, എക്കണോമിക്കലായിട്ടുള്ള അവെയർനെസ്, സോഷ്യോളജിക്കലായിട്ടുള്ള അവെയർനെസ്, സമൂഹത്തെപ്പറ്റി അല്ലെ സമൂഹത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ നാളെയെക്കുറിച്ച്, സമൂഹത്തിൽ ഇന്ന് നമ്മൾ നിർവഹിക്കേണ്ട റോളിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ പല കുട്ടികളിലും ഇല്ല. പലതും അവർ അവെയറല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഇഷ്ടമാണെങ്കിൽ അത് മാത്രം നോക്കുന്നു. ഒരു ജനറലായിട്ടുള്ളൊരു അവെയർനെസ് അവർക്കില്ല. അപ്പോൾ ഈ അടുത്തിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഒരു യങ് ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നോക്കുന്ന അവർ എവിടെയാണോ ഇൻവോൾവ് ആയിരിക്കുന്നത് അവിടുത്തെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, റിയാലിറ്റീസ്, ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്കൊരു രോഗിയെ കൃത്യമായി പിന്നെ കംഫർട്ടബിൾ ആക്കാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്യിക്കാനോ പറ്റത്തില്ല എന്നൊരു വലിയ ഡോക്ടർ എന്നോട് പറഞ്ഞു. ഇതൊക്കെ വലിയ വാസ്തവങ്ങളാണ്. ഞാൻ പഴയ കാലത്തെ ഡോക്ടേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ അവരെ ഓരോരുത്തരും വരുന്ന സാഹചര്യത്തെയൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഡീപ്പാണ് അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവെയർനെസ് ഉണ്ട്. ഒരു രോഗി എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു അതുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ അവർക്ക് 1-2 വാചകങ്ങൾ മതി. പെട്ടെന്ന് ആ രോഗിയെ അവർക്ക് കംഫർട്ടബിൾ ആക്കാനായിട്ട് സാധിക്കും, അവരിൽ ഒരാളാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് രോഗിക്ക് വലിയൊരു ആശ്വാസം കൊടുക്കുന്ന കാര്യമാണ്. ഇത് ഒരു ഫീൽഡിലെ കാര്യമാണ്. ഇതുപോലെയാണ് എല്ലാ രംഗത്തും നമുക്കൊരു സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ ഒക്കെ വിജയിക്കണമെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് ഇടപെടുന്നത്, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് അവരുടെ ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. അത്തരത്തിലൊക്കെ നമ്മളുടെ ഒരു ജനറൽ അവെയർനെസ്, നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു എക്സ്പേർട്ട് ആണെന്നതിനപ്പുറം നമുക്ക് ജനറലായിട്ടുള്ള നമ്മുടെ ഒരു അവെയർനെസ്സും അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിനും നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യും. അൾട്ടിമേറ്റായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം സ്പിരിച്വാലിറ്റി തന്നെയാണ്. റിലീജിയസ് ആയിട്ടുള്ളൊരു ചേർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കുട്ടികളുമായിട്ട് ഡിസ്കഷൻസൊക്കെ നടത്തിയത്. അവിടെയും ഒരു സ്പിരിച്വൽ എന്ന് പറയുന്നത് സ്വന്തം രക്ഷ അല്ലെ എൻ്റെ മാത്രം വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് അയൽക്കാരൻ്റെയും കൂടി ഒരു വിജയമാണ് എൻ്റെ വിജയം എന്നുള്ളൊരു തിരിച്ചറിയൽ പലപ്പോഴും യുവജനങ്ങൾക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ മാത്രം രക്ഷയല്ല നമ്മുടെ ഒരു ഗ്രോത്തും നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റും എന്നൊക്കെ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ കൂടുന്നതാണ്. ഒരു കരിയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ കരിയർ ഞാൻ നിൽക്കുന്ന മേഖലയ്ക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എൻ്റെ ഒരു കരിയറിലൂടെ ഞാൻ എത്ര പേർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നു, എത്ര പേരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു, എത്ര പേരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു, എത്ര പേരെ എനിക്ക് ചുറ്റുമുള്ള എത്ര പേരെ ഹാപ്പി ആക്കാൻ കഴിയുന്നു. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ കഴിയുമ്പോൾ പോലും ആ വീട്ടിൽ കുറച്ച് കോമൺ ജോബുകളുണ്ട്. ഇതാരാ ചെയ്യുന്നതെന്ന് ഇന്നത്തെ കുട്ടികളിൽ പലരും അത് അന്വേഷിക്കാറില്ല. വീട്ടിൽ ഒത്തിരി പാത്രമുണ്ട്, ഇതെല്ലാവരുടെയും കൂടെ പാത്രമാണ്. ഇത് മുഴുവൻ അമ്മയല്ല കഴിവേണ്ടത്. വീട്ടിൽ പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നതും വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഔട്ട് ബൗണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ആ വീട്ടിലെ ഒരു പിതാവ് മാത്രമല്ല.
പലപ്പോഴും മാതാവും പിതാവും ഒക്കെ രോഗിയായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ എത്ര വളർന്നിട്ടും അവരുടെ ഒരു ഷെയർ ഓഫ് ജോബ് അവർ ഏറ്റെടുക്കുന്നില്ല. അതും കൂടി പേരൻസാണ് ചെയ്യുന്നത്. പേരൻസിനും അതിനകത്ത് വലിയൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികളൊരു 15 വയസ്സ് കഴിയുന്നതിനനുസരിച്ച് അവരെ പല കാര്യങ്ങളിലും റെസ്പോൺസിബിളാക്കുകയും പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കുകയും അവരെ മുമ്പിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മകനാണ് അതിൻ്റെ മെജോറിറ്റി കാര്യങ്ങളും ചെയ്യുന്നത്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാൻ ഞാൻ അവന് അവസരങ്ങൾ കൊടുത്തു. പക്ഷേ അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാൻ മനസ്സിലാക്കുന്ന എന്നേക്കാളും സ്മാർട്ടായിട്ടാണ് പുള്ളി ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്ക് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ലേണിംഗ്. ദർ ഈസ് നത്തിങ് കോൾഡ് ഫെയിലിയർ. കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അവർക്ക് ചില പാളിച്ചകൾ വന്നാലും അതൊരു ലേണിംഗ് ആണ്. അതിലൂടെയാണ് അവർ കൂടുതൽ തിരുത്തി കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നത്. ഇപ്പോൾ പേരൻസിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു പ്രശ്നം നമ്മളൊന്നും അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു ചർച്ചിൽ ചെന്നാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടുത്തെ മുതിർന്നവരാണ്, അല്ലെ അവർ ചെയ്താലേ ശരിയാവും. അങ്ങനെയല്ല. അതെല്ലാം നമ്മൾ യുവജനങ്ങളുടെ കാര്യം ചെയ്യാൻ അത് മുഴുവനായിട്ട് അവരെ ഏൽപ്പിക്കുക, അവർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഈ പ്രായമുള്ളവരെല്ലാം ചെയ്യുന്ന എല്ലാം കറക്റ്റാണെന്ന് വിചാരമുണ്ടോ? ഒന്നുമില്ല. കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. പ്രായം അനുസരിച്ച് ഒരു 15 വയസ്സ് കഴിയുന്ന മുതൽ അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോഴും കാണുന്നതാണ് എല്ലാം ചെയ്യുന്നത് അധ്യാപകരാണ്. അങ്ങനെയല്ല, കുട്ടികൾക്ക് മുഴുവൻ വിട്ടുകൊടുക്കും. കുട്ടികൾ ചെയ്യട്ടെ. ഇനി അതിൻ്റെ പുറകിൽ നമ്മൾ നിൽക്കുക. വേണ്ടിടത്തൊന്ന് തിരുത്തി കൊടുക്കാനും വേണ്ടിടത്തൊന്ന് ഗൈഡ് ചെയ്യാനും വേണ്ടിടത്തൊന്ന് കറക്റ്റ് ചെയ്യാനും ഒരു ബാക്ക് സീറ്റിലേക്ക് നമ്മൾ മാറുകയും ആ ഫ്രണ്ടിൽ അവർ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ സ്കിൽഫുള്ളാകുന്നത്. ചില കോളേജുകളൊക്കെ ഉണ്ട്, ഭയങ്കര പോഷ് കോളേജുകളാണ്. അവർക്ക് ഭയങ്കര മാനേജ്മെൻറ്റും ബിസിനസ്സും ഒക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന കുറേ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് കുറേ ബ്രോയിലർ ചിക്കനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഈ സ്വിച്ച് ഇടുമ്പോൾ സംസാരിക്കാനും സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ നിർത്താനും ഒക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റേജിലൊക്കെ ഇങ്ങനെ കറക്റ്റ് സ്റ്റേജ് ബേസ്ഡ് പെർഫോമൻസ് മാത്രമേ അവർക്കുള്ളൂ. ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഇല്ല. ഒരു ചലഞ്ച് വന്നാൽ എന്ത് ചെയ്യണം, ഒരു സാഹചര്യത്തിൽ ഒരു വെല്ലുവിളി വന്നാൽ എന്ത് ചെയ്യണം, കുറച്ച് പണം കണ്ടെത്തി ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് എങ്ങനെ പണം കണ്ടെത്തണം അതുപോലും അറിയില്ല. അത് വീട്ടിൽ ചെന്ന് ഡാഡിയുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയിലാണ് പല കുട്ടികളും നിൽക്കുന്നത്. അങ്ങനെയല്ല, നമുക്കൊരു സോഷ്യൽ കോസിനൊക്കെ വേണ്ടി നമ്മളൊരു ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ നമ്മുടെ കോളേജിലെ പിള്ളേരൊക്കെ പഠിക്കണം. അത് ഒരു രൂപ ഒരാളുടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ആ ഒരു രൂപയുടെ ബെനിഫിറ്റ് ആ വ്യക്തിക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ നമ്മുടെ അപ്രോച്ചിനെയൊക്കെ പാക്കേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇങ്ങനെയൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അല്ല ഇതെല്ലാം എവിടുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പിള്ളേർ ഓരോ പരിപാടികൾ നടത്തിയിട്ട് അങ്ങനെ പരിപാടികൾ വിജയിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇതിലൂടെ കുട്ടികൾക്കൊരു ലേണിംഗും ഉണ്ടാവുന്നില്ല. കുട്ടികളെ അതിലൊക്കെ വളരെ സജീവമായി ഇടപെടുത്തുകയും ഒക്കെ ചെയ്യണം. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടും തോന്നിയത് ഇത്തരം പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും ദർശനം ഉണ്ട് എന്നുള്ളതാണ്. 2 ദിവസത്തെ എൻ്റെ ചെന്നൈ യാത്ര ഒരുപാട് യുവജനങ്ങളെ പരിചയപ്പെടാനും ചെറുപ്പക്കാരായ ഒത്തിരി പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇന്ന് അവരുടെ മനസ്സിലൂടെയൊക്കെ പോകുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പലപ്പോഴും അവർക്ക് വേണ്ടിയൊക്കെ അവരെ ഡെവലപ്പ് ചെയ്യുന്ന, അവരെ ഇൻസ്പയർ ചെയ്യുന്ന, അവരെ ഓർഗനൈസ് ചെയ്യുന്ന, അവരെ ചാലഞ്ച് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ഇന്ന് കുറവാണ്. പലരും ഇതൊന്നും അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. അതൊക്കെ ഓർഗനൈസ് ചെയ്ത ആൾക്കാർക്കൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ. മാത്രമല്ല അത്തരത്തിലുള്ള ധാരാളം അവസരങ്ങളൊക്കെ അവരുടെ ഒരു മെൻ്റൽ ഇമോഷണൽ റീഫോർമേഷൻ ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. പലപ്പോഴും മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ച്, ഇമോഷണൽ ഹെൽത്തിനെക്കുറിച്ച്, ഫാമിലി ലൈഫിനെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് ഒന്നും നമ്മൾ കാര്യമായ ചർച്ചകളൊന്നും നടത്തുന്നില്ല. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിൻ്റെ തലേ ദിവസം തട്ടിക്കൂട്ടി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ദുരന്തമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ നിർത്തണം. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കരിയറിനെക്കുറിച്ച്, സാമൂഹികപരമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നമ്മുടെ സിറ്റിസൺറി ഒബ്ലിഗേഷൻസിനെ കുറിച്ച്, ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളും എല്ലാത്തിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാനുള്ള വേദികളും അവസരങ്ങളും കുട്ടികൾക്ക് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറേ കൂടി ബെറ്ററായിട്ട് വളർന്നു വരുമെന്ന് മാത്രമേ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ. അതുകൊണ്ട് മുതിർന്നവരൊക്കെ കുറേ മരാമത്ത് പണിയൊക്കെ നടത്തി മാത്രം നടക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. സാറേ, ഒരു കൗൺസിലിങ്ങിന് പുള്ളിയെ കൊണ്ടുവന്നാൽ ശരിയാവും. ഞാൻ ആ ആളിനോട് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഒരാൾ കൗൺസിലിങ് വേണമെന്ന് പറഞ്ഞെങ്കിൽ ആ കൗൺസിലിങ്ങിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. കാരണം ഒരു നിവൃത്തിയില്ലാത്തൊരു സ്റ്റേജിലാവുമ്പോഴാണ് കേരളത്തിലൊരാൾക്ക് കൗൺസിലിങ് വേണമെന്ന് പറയത്തുള്ളൂ.
കാരണം ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറയുമ്പോൾ തീരെ നിവൃത്തിയില്ലാത്തൊരു സ്റ്റേജിലാണ് പറയുന്നതെങ്കിൽ ആ ആളിനെ കൗൺസിൽ ചെയ്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് വേറെ അതിനേക്കാളും വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമാണ്. ഞാനത് പറഞ്ഞപ്പോൾ ആ വ്യക്തി അത് എന്നോട് സമ്മതിക്കുകയും ചെയ്തു. ശരിയാണ് സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. കൗൺസിലിംഗ് ഒക്കെ ഒരാൾക്ക് വേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്ന ആദ്യത്തെ നിമിഷങ്ങളിലാണ് അത്തരത്തിലുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ സീക്കേണ്ടത്. അത് സ്വന്തമായിട്ട് ഒരാൾക്ക് തോന്നിയാൽ അത് ഏറ്റവും വലിയ കാര്യം. ഇനി തോന്നിയില്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്നവർക്കെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ. അതിന് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെയൊക്കെ സാന്ദ്രത സമൂഹത്തിൽ കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റിഗ്മയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തുള്ളൂ. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യാപകമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇമോഷണൽ ഇഷ്യൂസും പേഴ്സണാലിറ്റി ഇഷ്യൂസും ഒക്കെ ദൈനംദിനമായിട്ട് കൂടി വരികയാണ്. കുടുംബ ബന്ധങ്ങളിൽ പോലും തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മൂന്നാമതൊരു അറിവുള്ള ഇരുത്തമുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചാൽ അതൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ വെച്ചുകൊണ്ടിരുന്ന അവസാനം ഡിവോഴ്സും പ്രശ്നങ്ങളും ഒക്കെ ആക്കി മാറ്റുമ്പോൾ അവിടെ പിന്നെ അത് റിപ്പയർ ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് പലതും എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോടുണ്ട്. ആരെങ്കിലും 1-2 പേര് വിചാരിച്ചാലൊന്നും ഈ സമൂഹം മാറില്ല. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ദിശയിലേക്ക് ചെയ്യാനൊക്കെ ഒരുമിക്കുക. എല്ലാ സംഘടനകൾക്കും, എല്ലാ ചർച്ചുകൾക്കും, എല്ലാ റിലിജിയനും, എല്ലാ സമുദായങ്ങൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടാം. എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. ഇത് നല്ലതെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കൂടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കണം. ഈ കമ്മ്യൂണിറ്റി വളരുകയും ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ല ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.